പ്രിയമുള്ളവരെ, എൻ്റെ ഇത് ബൈക്ക് ഹോണ്ട CD 110 ഡീലക്സ്. അപ്പം ഇതിൻ്റെ ഒരു കുഴപ്പം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ക്ലച്ച് ഇപ്പം പിടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടുന്ന് ക്ലച്ച് മൊത്തം ഇവിടുന്ന് ക്ലച്ചിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. ഇവിടെ എത്തുമ്പം ക്ലച്ചിൻ്റെ പ്രവർത്തനം നിൽക്കുകയും ചെയ്യും. ക്ലച്ച് ഇപ്പോൾ പരിപൂർണമായി റിലീസാവും. ഇവിടുന്ന് അങ്ങോട്ട് ആരംഭിക്കും, ഇവിടുന്ന് അങ്ങോട്ട് റിലീസാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി നമുക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ കഴിയും. വണ്ടി ചാട്ടമാണ്. ഒന്നെങ്കിൽ തീരെ ക്ലച്ചില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ പരിപൂർണ ക്ലച്ചോട് കൂടി. അപ്പം അങ്ങനെയായപ്പോൾ വണ്ടി ഭയങ്കര ചാട്ടമാണ്. അപ്പം ഇതിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പല പ്രാവശ്യം വർക്ക്ഷോപ്പ് കൊണ്ട് സർവീസ് സെൻ്ററിൽ പറഞ്ഞു. അതുപോലെ ചിലപ്പം ഗിയർ മാറ്റാനൊക്കെ പ്രയാസം. അതുപോലെ 2-3 പ്രാവശ്യം ഞാൻ ഫ്രീ സർവീസിന് സമയത്ത് അവരോട് പറഞ്ഞിട്ട് അവർ നന്നാക്കിയില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിച്ചു. ഇവിടെ ഇതിലിപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ കഴിയുമോ, ഇതിൻ്റെ ഏരിയ കൂട്ടാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചു. അങ്ങനെ എത്തും പിടിയും കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഞാൻ ഇതിൻ്റെ ഇത് കഴിച്ചു. ക്ലച്ചിൻ്റെ കവർ കഴിച്ചിട്ട് അതിൽ സ്പ്രിങ് ഉണ്ടാവില്ല, ക്ലച്ച് എന്താ പറയുക, ക്ലച്ച് ഡിസ്കോ, അതിൽ സ്പ്രിങ് ചിലപ്പോൾ ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായി വണ്ടി കൊണ്ടുപോകാൻ കഴിയുമെന്ന് വെച്ചാൽ ഇത് കഴിച്ചു നോക്കി. ഇത് കഴിക്കുന്ന കാര്യം ഭയങ്കര റിസ്ക് ആയിരുന്നു. ഓയിലൊക്കെ ലീക്ക് എടുക്കാൻ തുടങ്ങിയ അവസാനം കുറേ കഷ്ടപ്പെട്ടു. പക്ഷെ അത് ആ സ്പ്രിങ് ഒന്നും നമുക്ക് മാറ്റം വരുത്താൻ കഴിയില്ല, ഭയങ്കര ടൈറ്റാണ്. നമ്മൾ സ്പാൻഡർ കൊണ്ടൊന്നും കഴിയില്ല. റിങ് സ്പാൻഡറും കാര്യങ്ങളൊക്കെ വേണം അവന്. അതുപോലെ ഞാൻ മൂടി വെച്ചു. പിന്നെ എങ്ങനെ പറയാ, ആലോചിച്ച് എന്ത് മാറ്റം വരുത്താൻ കഴിയും. അങ്ങനെയാണ് ഒരു ചിന്ത തോന്നുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണമായിട്ട് വടി നീക്കുമ്പോൾ ഈ വടി അവിടെ നിന്ന് നീക്കുകയാണ്. ഇവിടെ വളരെ കുറച്ചേ അനങ്ങുന്നുള്ളൂ, ഇവിടെ വളരെ കൂടുതൽ അനങ്ങുന്നുണ്ട്. ഇവിടെ വളരെ കൂടുതൽ അനങ്ങുന്നുണ്ട്, ഇവിടെ വളരെ കുറച്ചേ അനങ്ങും. അപ്പോൾ ഈ ക്ലച്ചിൻ്റെ ഇതുണ്ടല്ലോ, ഇത് ഇവിടെ സാധനം ഇത് വളരെ ചെറുതാണ്. അപ്പോൾ ഒന്നും കൂടി നീട്ടി കൊടുത്താൽ ഇത് മാറ്റം വരുമോ എന്ന് കരുതി അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, 2 എക്സ്ട്രാ ബ്ലേഡ് വെച്ചു. പിന്നെ കുറച്ച് ടാഗ് വെച്ച് ഫിറ്റ് ചെയ്തിട്ട് ഇതൊന്നും കൂടി നീട്ടി, കണ്ടില്ലേ, ഇത് നീട്ടി അങ്ങനെ തലക്കിലൊരു സ്ക്രൂ, എക്സ്ട്രാ ബ്ലേഡ് അങ്ങനെ തലക്കേണ്ട ദ്വാരം ഉണ്ടാവില്ല, അവിടെ ഒരു നട്ടും ബോൾട്ടും ഇട്ട് കൊടുത്ത് അവിടെ കുറച്ച് നീട്ടി കൊടുത്തു. ഇതിൻ്റെ നീട്ടി കൊടുത്തു. അപ്പോൾ അതിനു വേണ്ടി ഇതിലും ചെറിയ മാറ്റം വരുത്തേണ്ടത്. ഈ ക്ലച്ചിൻ്റെ ഇതിങ്ങനെ ഇത് മറച്ചിട്ടുണ്ടാവും, അത് തിരിച്ചങ്ങോട്ട് മറച്ചിട്ടു. അതിൻ്റെ ആ വളവുണ്ടല്ലോ, വളവിടെ ഈ വളവ് ഭാഗത്തേക്കാണ് വരിക. അത് തിരിച്ചിങ്ങോട്ട് ഇടുമ്പോൾ ഈ ദ്വാരം ഇവിടെ പോയി വീഴണം. പക്ഷെ അത് തിരിച്ചിടുകൊണ്ട് കഴിയില്ല. അപ്പോൾ ഇങ്ങനെ മറച്ച് അങ്ങോട്ട് ഇട്ടു. അപ്പോൾ കുറച്ച് ഏരിയ കിട്ടും. അപ്പോൾ വലിക്കുമ്പോൾ നോക്കി കുറച്ചും കൂടി ഏരിയ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എന്ത് ചെയ്തിരുന്നു, ഇപ്പോൾ നല്ല സ്മൂത്തിൽ വണ്ടി പതുക്കെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ ട്രാഫിക് ബ്ലോക്കിലൊക്കെ വളരെ പതുക്കെ നമുക്ക് എടുത്തു കൊണ്ടുപോകാൻ. മറ്റേ പതുക്കെ കൊണ്ടുവരാൻ വേണ്ടി ഒറ്റ ചാട്ടമാണ്. ഒന്നെങ്കിൽ ബസ് സ്പീഡിൽ പോകും, ഒന്നെങ്കിൽ നെഞ്ഞത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തൊരു ആശാൻ്റെ നെഞ്ഞത്ത് നിന്ന് പോയ അവസ്ഥയാണിത്. ഇപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ അത് ഇപ്പോൾ വണ്ടി സ്മൂത്തായിട്ട് പോകുമ്പോൾ ഗിയറും മാറുന്നുണ്ട്. മനസ്സിലെ ശരിക്കും പരിപൂർണ്ണ നമുക്കിപ്പോൾ ഏത് വാഹനം പരിപൂർണ്ണ ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഗിയർ മാറില്ല. ക്ലച്ച് അല്ലാത്ത അവസ്ഥയിൽ മാത്രമേ ഗിയർ മാറും. അപ്പോൾ അങ്ങനെ ആവണമെങ്കിൽ ഈ രൂപത്തിൽ വെച്ചാലേ ശരിയാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഹാഫ് ക്ലച്ചിലാകുമ്പം ഗിയർ മാറും. അപ്പം ഗിയർ മാറുന്ന പ്രശ്നം മാറിയിട്ടുണ്ട്. ഗിയർ എളുപ്പത്തിൽ മാറുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ്. പക്ഷേ ഇതിങ്ങനെയൊക്കെ എക്സ്ട്രാ ബ്ലേഡൊന്നും കൊടുക്കാതെ ഇൻഡസ്ട്രിയിലേക്ക് കൊടുത്ത് നല്ല ഇത് വെക്കുക. അല്ലെങ്കിൽ മറ്റേതെങ്കിലും വണ്ടിയുടെ, ഇപ്പോൾ എൻഫീൽഡിൻ്റെ ഒക്കെ ഇത് ചിലപ്പോൾ നീളമുണ്ടാവും, ക്ലച്ചിൻ്റെ ഇത് ചിലപ്പോൾ നീളമുള്ളതുണ്ടാവും. അത് ഒക്കെ വെച്ചിട്ട് വൃത്തിയാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ആവശ്യക്കാരുണ്ടെങ്കിൽ.